ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടിയുടെ ഏറ്റവും വലിയ കരുത്തുകളിൽ ഒന്നായിക്കൊണ്ട് വിശേഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മകനായ ഡേവിഡ് ആഞ്ചലോട്ടി തന്നെയാണ്. അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടിയെ സഹായിക്കുകയാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. കാർലോ ബ്രസീലിൻ്റെ പരിശീലകനായപ്പോൾ ഡേവിഡ് ആഞ്ചലോട്ടി അദ്ദേഹത്തെ സഹായിക്കാൻ ഉണ്ടാവില്ല എന്ന ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഡേവിഡ് ആഞ്ചലോട്ടി ബ്രസീലിലേക്കും കാർലോക്കൊപ്പം എത്തി എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ബ്രസീൽ പൂർത്തിയാക്കുകയും വേൾഡ് കപ്പിന് യോഗ്യത കരസ്ഥമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് മകനായ ഡേവിഡ് ആഞ്ചലോട്ടി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു തുടക്കം മാത്രമാണ്, ഇനിയാണ് യഥാർത്ഥ ഫാമിലിയെ നിർമ്മിച്ചെടുക്കേണ്ടത് എന്നൊക്കെയാണ് ഇപ്പോൾ ഡേവിഡ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ യാത്രയിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. മാത്രമല്ല ഈ സ്പെഷ്യൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. വേൾഡ് കപ്പിന് യോഗ്യത ലഭിച്ചു എന്നുള്ളത് കേവലം ഒരു തുടക്കം മാത്രമാണ്. ഇനി ഞങ്ങൾ നിർമ്മിക്കുന്നത് വളരെ ഗ്രേറ്റായ, ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു യഥാർത്ഥ ഫാമിലിയെയാണ്. ഇതാണ് ഇപ്പോൾ ഡേവിഡ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു മികച്ച ടീമിനെ, ഒരു മികച്ച കുടുംബത്തെ പടുത്തുയർത്തും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡേവിഡ് ആഞ്ചലോട്ടി സ്വന്തമായി കരിയർ തുടങ്ങും എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം പിതാവിനെ തന്നെ സഹായിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും ഭാവിയിൽ നമുക്ക് ഒരു മുഖ്യ പരിശീലകന്റെ സ്ഥാനത്ത് ഡേവിഡ് ആഞ്ചലോട്ടിയെ കാണാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.